ഇനി നമുക്ക് ഈ കഥ ഒന്ന് ചുരുക്കത്തിൽ മലയാളത്തിൽ നോക്കാം എന്താ പറയണേന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ കഥയുടെ പേരെന്താണ്? മീംസ് ആൻഡ് നീംസ്. മീംസ് ആൻഡ് നെയിംസ് എന്ന് വെച്ചാൽ പേരുകൾ. കാരണം ഈ കഥയിൽ എന്താ പറയുന്നത്, കൂടുതലും പേരുകളെക്കുറിച്ച്, കുഞ്ഞിച്ചിരുതയുടെ പേരിനെക്കുറിച്ചും പിന്നെ ഓങ്ത്വാനച്ചിൻ്റെ പേരിനെക്കുറിച്ചൊക്കെയാണ് ഈ കഥയിൽ കൂടുതലും പറയുന്നത്. അതുകൊണ്ടാണ് ഈ കഥയുടെ പേര് പേരുകളെന്ന്. ഇനി നമ്മുടെ കഥയുടെ കഥാപാത്രം, മെയിൻ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുത ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടി കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 6 മാസത്തിന് മുമ്പ് ന്യൂജേഴ്സി എന്നും പറഞ്ഞ് അമേരിക്കയിലത്തെ ഒരു സ്ഥലത്തേക്ക് താമസം മാറി കുടുംബത്തിൻ്റെ കൂടെ. അപ്പോൾ അവളുടെ കുടുംബം അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. ഇവള് സ്കൂളിലും പഠിക്കാനും തുടങ്ങി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കുഞ്ഞിച്ചിരുത? 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 24 കുട്ടികളുണ്ട്. അതിൽ 12 കുട്ടികൾ വേറെ രാജ്യത്തു നിന്ന് വന്ന കുട്ടികളൊക്കെയാണ്. ഇനി ഈ കഥ തുടങ്ങുമ്പോൾ എങ്ങനെ കഥ തുടങ്ങുന്നത്? നമ്മുടെ കുഞ്ഞിച്ചിരുത ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്ത് നോക്കി നിൽക്കുകയാണ്? അവൾക്കാണെങ്കിൽ പുറത്ത് വഴി കൂടെ പോണ പാസിംഗ് വെഹിക്കിൾസും പെഡസ്ട്രിയൻസിനെയും നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാസിംഗ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വഴി കൂടെ പോണ വണ്ടികളും നടന്നു പോകുന്ന കാൽനട യാത്രക്കാരെയും നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വിൻ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? എൻഡ് ഓഫ് ദ വിൻ്ററാണ്. തണുപ്പ് കാലം കഴിയാറായി, ചൂട് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കണോ, എന്നാലും അവിടെ തണുത്ത കാറ്റ് വീശുന്നുണ്ടെന്നൊക്കെയാണ് അവിടെ നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇനി അവളങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആരതിൽ കൂടെ വന്നു? കെയ്റ്റ് വന്നു. കെയ്റ്റിൻ്റെ ആൻറ്റിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവായിരുന്നു. അപ്പോൾ അതിൽ കൂടെ പോണ സമയത്ത് നമ്മുടെ കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കെയ്റ്റ് കണ്ടു. അപ്പോൾ കെയ്റ്റ് കുഞ്ഞിച്ചിരുതയുടെ പേര് വിളിച്ചു. അതെങ്ങനെയാണ് വിളിച്ചേ? എന്തോ വിളിച്ചു. കുഞ്ഞിച്ചിരുത എന്നല്ല പറഞ്ഞത്, വേറെ എന്തോ വിളിച്ചു. വായി തോന്നണത് അവർക്ക് പറയാൻ കിട്ടാത്ത കാരണം അങ്ങനെ വേറെ എന്തോ വിളിച്ചു. അത് കേട്ടപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചിരുത ഞെട്ടിയിട്ട്, അയ്യോ വീണ്ടും എൻ്റെ പേര് തെറ്റി വിളിക്കുകയാണല്ലോ, ഇവളെന്നാ എൻ്റെ പേര് ഒന്ന് കറക്റ്റായിട്ട് പഠിക്കാമെന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നു. ഇനി ഈ കെയ്റ്റിന് എന്നിട്ട് ടാറ്റോ ഹായ് എന്ന് പറഞ്ഞിട്ട് ഹായ് കെയ്റ്റ് എന്നൊക്കെ കൈകൊണ്ട് ടാറ്റോ ഒക്കെ കാണിക്കും. ഇനി നമ്മുടെ ക്ലാസ്സിലത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കഥയിൽ കുഞ്ഞിച്ചിരുത പറഞ്ഞു തരുന്നത്. ക്ലാസ്സിൽ എന്താണ്? ക്ലാസ്സിലെല്ലാവരും ഇവളൊരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവൾക്കൊരു സ്ട്രേഞ്ചറായിട്ട് അവിടെ ഫീൽ ചെയ്യാറില്ല. ഒരു പരിചയമില്ലാത്ത സ്ഥലമാണെന്നൊന്നും ഫീൽ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? കാരണം അവളുടെ ക്ലാസ്മേറ്റ്സും അവളുടെ ടീച്ചേഴ്സും അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ആരാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യാറ്? മിസ് ഹോപ്കിൻസ്. മിസ് ഹോപ്കിൻസ് അതാരാണ്? കണക്ക് ടീച്ചറാണ്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് മിസ് ഹോപ്കിൻസ്. മിസ് ഹോപ്കിൻസ് പോലും നമ്മളെ കുഞ്ഞിച്ചിരുതനെ ഒരുപാട് സഹായിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്. അതിൽ 12 പേര് കുടിയേറി വന്നവരാണ്. അതിനെന്താ പറയുക? ഇമിഗ്രൻറ്റ് ഫാമിലീസ് ആണെന്ന് നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ കുടിയേറി വന്ന കുടുംബങ്ങളാണ് അവളുടെ ക്ലാസ്സിൽ. പകുതിയോളം കുട്ടികളൊന്നും നമ്മൾ കണ്ടു. പിന്നെന്താ? ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണ് വന്നത്? ആ കൺട്രിയുടെ നെയിംസ്, പല രാജ്യങ്ങളുടെ പേര് നമുക്ക് പറയുന്നുണ്ട്. ഏതൊക്കെ രാജ്യമാണ്? കാനഡയിൽ നിന്ന് വന്നു, ഇറ്റലിയിൽ നിന്ന് വന്നു, മെക്സിക്കോന്ന് വന്നു, UAE നിന്ന് വന്നു, ഈജിപ്തിൽ നിന്ന് വന്നു, ചൈനയിൽ നിന്ന്, ഇങ്ങനെ പല രാജ്യത്തിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്ന കുട്ടി നമ്മുടെ കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു. ഇനി ഇവരുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, ഒരു ബേക്കറി കടയുണ്ട്. ആ ബേക്കറി കടയിലത്തെ ചേട്ടൻ്റെ പേരെന്താണ്? പ്രകാശ്. എല്ലാവരും മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കും. പക്ഷെ നല്ല പ്രായമുള്ള ആളാണ്. എത്ര പ്രായമുണ്ട്? കുഞ്ഞിച്ചിരുതയുടെ മുത്തശ്ശൻ്റെ പ്രായമുണ്ട്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളാണ്. മാത്രമല്ല കുഞ്ഞിച്ചിരുതയുടെ ഒരു അങ്കിളിൻ്റെ ചായ ഉണ്ട്. കുഞ്ഞിച്ചിരുതയ്ക്ക് ഹാരിഷ് എന്നും പറഞ്ഞിട്ട് ഒരു അങ്കിളുണ്ട്. ആ അങ്കിളുടെ ചായ ഉണ്ട് നമ്മുടെ പ്രകാശിന്. അപ്പോൾ എല്ലാവരും മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിച്ചിരുതയാണെങ്കിൽ അങ്കിൾ പ്രകാശ് എന്നാണ് വിളിക്കാറ്. ഇനി കുഞ്ഞിച്ചിരുതേനെ കണ്ടിട്ട് ഒരു ദിവസം പ്രകാശങ്ങൾ ചോദിച്ചു, മോളുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞപ്പോൾ പ്രകാശങ്ങളുടെ സന്തോഷമായി. കാരണം ഇന്നത്തെ കാലത്തും ഈ പേര്, ഇത്രയും പഴയ പേരൊക്കെ കുഞ്ഞിച്ചിരുതയ്ക്ക് ഇങ്ങനത്തെ കുട്ടിക്കൊക്കെ ഇടുണ്ടല്ലോ എന്ന് ആലോചിച്ച് സന്തോഷമായി. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് ഈ പേര് എവിടുന്നാ കിട്ടിയെന്ന് പറയുന്നത്. എവിടുന്നാ കിട്ടിയത്? കുഞ്ഞിച്ചിരുതയുടെ മുതുമുത്തശ്ശിയുടെ പേരും കുഞ്ഞിച്ചിരുത എന്ന് തന്നെയായിരുന്നു. ആ പേരാണ് നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ പാരൻസ് ഇട്ട് കൊടുത്തത്. എന്തുകൊണ്ടാണ്? കാരണം ഇവളുടെ മുതുമുത്തശ്ശി 18 വയസ്സായപ്പോഴേക്കും സ്കൂൾ ടീച്ചറായ വ്യക്തിയാണ്. അന്നത്തെ കാലത്തൊക്കെ സ്കൂൾ ടീച്ചർ ആവാന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിയ കാര്യമാണ്. കാരണം പഴയ കാലത്ത് അത്രയും പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ 18 വയസ്സിൽ സ്കൂൾ ടീച്ചറായ വലിയൊരു വ്യക്തിയായിരുന്നു നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ മുതുമുത്തശ്ശി. അപ്പോൾ മുതുമുത്തശ്ശിയുടെ പേരാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ പേരൻസ് കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കഥയിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഓങ്ത്വാനെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം എന്താ പറയുക? ആൻറ്റോയിനെറ്റ് എന്നാണ് നമ്മളെ കുട്ടിയുടെ പേര് നമ്മളെല്ലാവരും വിചാരിച്ചത്. കാരണം അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ആൻറ്റോയിനെറ്റ് എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല പ്രൊണൗൺസ് ചെയ്യുക. എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക? ഓങ്ത്വാനെറ്റ്, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക. ഒന്ന് പറഞ്ഞേ, ഓങ്ത്വാനെറ്റ് എന്നാണ് ശരിക്കും അത് പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഓങ്ത്വാനെറ്റ് ഈ ഒരു വസന്തകാലത്തിൻ്റെ സമയത്താണ് സ്കൂളിൽ അഡ്മിഷന് വരുന്നത്. അപ്പോൾ പുതിയ കുട്ടിയായി വന്ന ഓങ്ത്വാനെറ്റും നമ്മുടെ കുഞ്ഞിച്ചിരുതയും പെട്ടെന്ന് ഫ്രണ്ട്സായി.
അത് മാത്രമല്ല കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു കാര്യം കണ്ടപ്പോൾ നല്ല രസം തോന്നി. കുഞ്ഞിച്ചിരുതയുടെ പേര് അവിടെ ആർക്കും പറയാൻ പറ്റാറില്ല, ക്ലാസ്സിലത്തെ കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും അതൊന്നും ഉച്ചരിക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ ഓങ്ക്വാനറ്റിൻ്റെ പേരും ആ ക്ലാസ്സിലത്തെ കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും പറയാൻ കിട്ടണില്ല. എല്ലാവരും തെറ്റിയിട്ട് അന്റോനെറ്റ് എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് രസം തോന്നി. പക്ഷെ കുഞ്ഞിച്ചിരുത കറക്റ്റ് പഠിച്ചു. ഓങ്ക്വാനറ്റിൻ്റെ പേര് എങ്ങനെയാണ് പറയണ്ടേന്ന് ഒരു 2-3 വട്ടം ഒന്ന് ശ്രമിച്ചപ്പോൾ കറക്റ്റായിട്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് അത് പറയാൻ പഠിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിച്ചിരുതയുടെ പേരും ഓങ്ക്വാനറ്റിന് കറക്റ്റായിട്ട് പറയാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കഥയിൽ പറയണത്. അപ്പോൾ ഈ കഥയിൽ ശരിക്കും എന്താണ് പറയണത്? ഇവരുടെ പേരുകളെ കുറിച്ചാണ് പറയണത്. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി അമേരിക്ക പോലത്തെ ഒരു വലിയൊരു സ്ഥലത്ത് അവർ കുടിയേറിപ്പോയി അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ മലയാളികളുടെ പേര് പറയാൻ പറ്റാത്തൊരവസ്ഥ, അത് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വന്ന കുട്ടിയുടെ പേരും പറയാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ഇത്രയും നാളും താമസിച്ചൊരു സ്ഥലം വിട്ടിട്ട് വേറൊരു പുതിയൊരു സ്ഥലത്തേക്ക് വീട് മാറി താമസിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എല്ലാതും പുതിയതായിരിക്കും. അവിടുത്തെ ആൾക്കാർ പുതിയത്, നമ്മൾ കാണാത്ത ആൾക്കാരാണത്, നമുക്ക് അറിയാത്ത ഭാഷയായിരിക്കും അവിടെ, നമ്മൾ പഠിച്ചതുപോലെ ഒന്നും ആവില്ല അവിടെ. നമുക്കപ്പോൾ അതെല്ലാം പഠിച്ചെടുക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ക്യാരക്ടർ, കൾച്ചർ എല്ലാതും വ്യത്യാസം ഉണ്ടായിരിക്കും. അവിടെ ഡ്രസ്സിങ് പോലും വ്യത്യാസം ഉണ്ടാവും. നമ്മളിടുന്ന പോലത്തെ ഡ്രസ്സൊന്നും ആവില്ല അമേരിക്കയിലുള്ളവർ ഇടുന്നത്, നമുക്കറിയാം. നമ്മളിവിടെ സാരിയും ചുരിദാറൊക്കെ ഇടുമ്പോൾ അവിടെ അതൊന്നും ആരും എടുക്കത്തില്ല. അവിടെ എല്ലാവരും പാൻറ്, ഷർട്ട്, ടീഷർട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടാം, കോട്ട് സൂട്ടൊക്കെ ആയിരിക്കും ഇടാം. അങ്ങനെ നമ്മളപ്പോൾ ഈ കഥയിൽ എന്ത് കണ്ടു? നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കുട്ടി അമേരിക്ക എന്ന് പറഞ്ഞൊരു പുതിയ സ്ഥലത്തേക്ക് പോയപ്പോൾ അവൾക്ക് അവിടെ വന്ന മാറ്റങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ അവൾ നമ്മുടെ അടുത്ത് ഈ കഥയിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഓക്കെ, ഇതാണ് ഈ കഥയുടെ ഒരു സമ്മറി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ചെറിയ സൈഡിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് കൂടുതൽ ഇഷ്ടം? എന്താണ്? വണ്ടികൾ പോണത് നോക്കാനും പിന്നെ പെഡസ്ട്രിയൻസ് നടന്നു പോണത് കാണാനും. അത് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്, കുഞ്ഞിച്ചിരുത ലൗഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു? എൻഡ് ഓഫ് ദ വിൻ്റർ ആണെന്ന് നമ്മൾ കണ്ടു, പിന്നെ എയർ വാമിംഗ് അപ്പ് ആവാമെന്ന് കണ്ടു. എന്നാലും ഒക്കേഷണലി കോൾഡ് വിങ്സ് ഒക്കെ അവിടെ വീശാറുണ്ട്, കോൾഡായിട്ടുള്ള തണുത്ത കാറ്റ് വീശാറുണ്ടെന്ന് നമ്മൾ കണ്ടു. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് അടയാളപ്പെടുത്തിയാൽ മതി. അടുത്തത്, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ അബൌട്ട് ദ വേരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? അവിടുത്തെ രാത്രിയുടെയും പകലിൻ്റെയും ആ ടൈം ഡിഫറൻസ് കണ്ടിട്ട് എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവൾ വന്നത് ഒരു ജൂലൈ മാസത്തിലായിരുന്നു. ജൂലൈ മാസത്തിൽ അവൾ വന്നപ്പോൾ അവിടെ രാത്രി ആയത് എത്ര മണിക്കായിരുന്നു? 8:30 ആയപ്പോഴാണ് അവിടെ ഇരുട്ടായത്. പക്ഷെ ഇപ്പോഴെങ്ങനെയാ? ഇപ്പം അവിടെ 5 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ ഈ ഒരു വ്യത്യാസം കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് കൺഫ്യൂഷൻ ആയത്. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടൽഡ്? സ്റ്റാർട്ടൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ഞെട്ടിപ്പോയത്? കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഗേറ്റ് കുഞ്ഞിച്ചിരുതയുടെ പേര് തെറ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തു, റോങ്ലി പ്രൊണൗൺസ് ചെയ്തു. അതുകൊണ്ട് അത് കേട്ടിട്ടാണ് നമ്മുടെ കുഞ്ഞിച്ചിരുത ഞെട്ടിപ്പോയത്. വൈ ഡിൻ കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ? കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു ഒറ്റപ്പെടലോ ഒരു അപരിചിതത്വം ഒന്നും തോന്നാണ്ടിരുന്നത് സ്കൂളിൽ? കാരണം അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട്. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? എന്തുകൊണ്ടാണ് പ്രകാശിൻ്റെ പേര് വിളിക്കുന്നത് ഇത്രയും ഒരു മോശമായ കാര്യമായിട്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയത്? കാരണം പ്രകാശ് നല്ല പ്രായമുള്ള വ്യക്തിയാണ്, അവളുടെ മുത്തശ്ശൻ്റെ പ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളെ കയറി അയാളുടെ പേര് വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും അങ്ങനെ വിളിക്കാത്ത കാരണം അവൾക്കതൊരു മോശമായിട്ട് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ്. വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ് ഹെർ നെയിം കറക്റ്റ്ലി? കുഞ്ഞിച്ചിരുതയുടെ പേര് പ്രകാശ് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്താ തോന്നിയേ? കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്താ? അവളുടെ കുടുംബത്തിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ ആദ്യമായിട്ട് അവളുടെ പേര് കറക്റ്റായിട്ട് പറയുന്നത്, അതുകൊണ്ട് അവൾക്ക് സന്തോഷം തോന്നി. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? എന്തുകൊണ്ടാണ് പ്രകാശിന് കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പോൾ സന്തോഷം തോന്നിയത്? കാരണം കുഞ്ഞിച്ചിരുത എന്നുള്ളതൊരു പഴയ പേരാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കും കുഞ്ഞിച്ചിരുത എന്നുള്ള പേരിടുണ്ടെന്ന് ആലോചിച്ചിട്ട് അയാൾക്ക് സന്തോഷം തോന്നിയത്. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെ കുഞ്ഞിച്ചിരുതയുടെ പേര് കിട്ടിയെന്ന് പറഞ്ഞ്? അവളുടെ മുതുമുത്തശ്ശിയിൽ നിന്നാണ് ആ പേര് കിട്ടിയത്. മുതുമുത്തശ്ശിയുടെ പേരും കുഞ്ഞിച്ചിരുത എന്നായിരുന്നു. മുതുമുത്തശ്ശി ആരായിരുന്നു? 18 വയസ്സായപ്പോഴേക്കും സ്കൂൾ ടീച്ചറായ ഒരു വലിയ വ്യക്തിയായിരുന്നു കുഞ്ഞിച്ചിരുതയുടെ മുതുമുത്തശ്ശി. വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ഓങ്ക്വാനറ്റ് പ്രൊനൗൺസ് ഹെർ നെയിം റൈറ്റ്? ഓങ്ക്വാനറ്റ് കുഞ്ഞിച്ചിരുതയുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സർപ്രൈസ് ആയത്? കാരണം ഈ ഓങ്ക്വാനറ്റ് അവളുടെ കുഞ്ഞിച്ചിരുതയുടെ ഞാ എന്ന വാക്ക് പോലും കറക്റ്റായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ്. എസ്പെഷ്യലി NH എന്ന് പറഞ്ഞ ഞാ എന്ന് പറഞ്ഞ വേർഡ് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് സർപ്രൈസ് ആയി തോന്നിയത്.
വൈ ഡു യു തിങ്ക് ഓങ്ക്വാനെറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിതാസ് നെയിം ഫെയർലി വെൽ? ബാക്കി കുട്ടികൾക്ക് ഒന്നും കുഞ്ഞിച്ചിതയുടെ പേര് കറക്റ്റ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓങ്ക്വാനെറ്റ് എങ്ങനെ കറക്റ്റായിട്ട് അത് പറയാൻ പഠിച്ചു? എങ്ങനെ പറ്റി ഓങ്ക്വാനെറ്റിന് മാത്രം? കാരണം ഓങ്ക്വാനെറ്റിൻ്റെ നാട്ടിലത്തെ പേരുകളും ഇതുപോലെ വായെ കൊള്ളാത്ത പേരുകളാണ്, പെട്ടെന്ന് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത പേരുകളാണ് ഓങ്ക്വാനെറ്റിൻ്റെ നാട്ടിലെ പേരുകളും. അതുകൊണ്ടാണ് ഓങ്ക്വാനെറ്റിന് കുഞ്ഞിച്ചിതയുടെ പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റിയത്. പിന്നെ ഓങ്ക്വാനെറ്റ് നല്ലോണം എഫേർട്ട് എടുത്തു, കഷ്ടപ്പെട്ട് ട്രൈ ചെയ്താണ് കുഞ്ഞിച്ചിതയുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞത്.